അപസ്മാര ചികിത്സയെ കുറിച്ചാണ് ഇന്ന് ഫാമിലി ഡോക്ടർ സംസാരിക്കുന്നത്. കൊച്ചി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു വർഗീസാണ് നമ്മുടെ ഫാമിലി ഡോക്ടർ ഇന്ന്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. അപസ്മാരം എല്ലാവർക്കും സുപരിചിതമായ രോഗങ്ങളിലൊന്നാണ്. പൊതുസ്ഥലങ്ങളിൽ വെച്ചോ വീടുകളിൽ വെച്ചോ ഒക്കെയും രോഗികൾക്ക് ഈ രോഗലക്ഷണങ്ങൾ പ്രകടമായേക്കാം. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും പരിഭ്രാന്തരായി പലതും തെറ്റായി ചെയ്യുന്ന ഒരു സമീപനം നാം പലപ്പോഴും കാണാറുണ്ട്. ചിലർ താക്കോലെടുക്കാൻ ഓടും, മറ്റു ചിലർ രോഗിയുടെ വായിലേക്ക് എന്തെങ്കിലും കടത്തി നാക്ക് കടിക്കാതിരിക്കാൻ ശ്രമിക്കും, മറ്റു ചിലർ പഞ്ചസാര കുറഞ്ഞതാണെന്ന് പറഞ്ഞ് പഞ്ചസാര കലക്കി കൊടുക്കുവാൻ ശ്രമിക്കും. ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായി കാണാറുണ്ട്. എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ളത് ശാസ്ത്രീയമായി ഒന്ന് പറഞ്ഞു തരാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപസ്മാര രോഗി അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറ്റി താഴേക്കോ എവിടെയെങ്കിലും സുരക്ഷിതമായി കിടത്തുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു ഹെവി മെഷീനറിയുടെ അടുത്ത് വെച്ച് അപസ്മാരം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ റോഡിൽ വെച്ച് അപസ്മാരം ഉണ്ടാകുന്നു. രോഗിയെ അപകടമില്ലാത്തൊരവസ്ഥയിലേക്ക് ആദ്യം നീക്കണം. അതിനുശേഷം പതുക്കെ രോഗിയെ ഒരു വശത്തേക്ക് ചരിച്ചു കിടത്തുക. അപ്പോൾ വായിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒലിച്ച് പോകുവാനും ശ്വാസകോശത്തിലേക്ക് അത് കടന്ന് ശ്വാസതടസ്സം ഉണ്ടാകാതിരിക്കാനും അത് സഹായിക്കും. അതുപോലെ വായിൽ അപകടകരമായ എന്തെങ്കിലും വസ്തുക്കൾ കയറിയിരിപ്പുണ്ടെങ്കിൽ പതുക്കെ അതൊന്ന് നീക്കം ചെയ്യുവാൻ ശ്രമിക്കാവുന്നതാണ്. അതിനുശേഷം കഴുത്തിൽ എന്തെങ്കിലും ടൈറ്റായിട്ടുള്ള ക്ലോത്തിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പതുക്കെ ഒന്ന് ലൂസാക്കി ശ്വാസം എടുക്കുവാനുള്ള ഒരു അവസരം കൊടുക്കണം. അതുപോലെ തന്നെ പ്രധാനമാണ് ചുറ്റുപാടും ആൾക്കാർ കൂടി നിന്ന് രോഗിക്ക് ഓക്സിജൻ പോലും കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകാതെ എല്ലാവരും മാറി നിന്ന് രോഗിക്ക് ശരിയായ രീതിയിൽ ശ്വാസം എടുക്കുവാനുള്ള ഒരു അവസരം കൊടുക്കുക. എന്ത് ചെയ്യേണ്ട എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു കാരണവശാലും ഈ രോഗിയുടെ വായിലേക്ക് ഒരു കാര്യവും ഒഴിച്ചു കൊടുക്കുവാനായിട്ട് ശ്രമിക്കരുത്. ഒന്നും വായിലേക്ക് തിരികെ കയറ്റുവാനും ശ്രമിക്കരുത്. നമ്മൾ അതുപോലെ തന്നെ ചിലർ ബലം പിടിച്ച രോഗിയുടെ ഈ അപസ്മാരത്തെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ചിലർക്ക് ചിലപ്പോൾ എല്ലുകൾക്കോ അല്ലെങ്കിൽ മസിലുകൾക്കോ ക്ഷതം സംഭവിക്കാം എന്നുള്ളതല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. ആ ഫിറ്റ്സ് കഴിയുന്നത് വരെ നമ്മൾ ആ മൂവ്മെൻറ്റിന് സ്പേസ് കൊടുക്കുക. അതുപോലെ തന്നെ താക്കോല് കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവുമില്ല. സോ അതെടുക്കാനായിട്ട് പോകുന്നതിന് പകരം രോഗിയുടെ സമീപത്ത് നമ്മൾ നിന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഉപയോഗപ്രദം. 2 മിനിറ്റ് കഴിയുന്നതിനുള്ളിൽ തന്നെ മിക്കവാറും അപസ്മാരങ്ങളെല്ലാം തന്നെ ഒരു ശാന്തതയിലേക്ക് വരും. അതിനുശേഷം രോഗിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ.